അമേരിക്കയുടെയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഒക്കെ ഡ്രോണുകളും പിന്നെ അതേപോലെ തന്നെ ഈ മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇറാനിൽ വീണ് പൊട്ടിയാലും പ്രശ്നമാണ്, ഇനി അഥവാ പൊട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. അതെങ്ങനെ ഇത് രണ്ടും പ്രശ്നമായിട്ട് വരുന്നത്? പൊട്ടിയാൽ നമുക്കറിയാലോ, ഈ ഡ്രോണും അതേപോലെ തന്നെ മിസൈലൊക്കെ വിടണം, ഇതിന് ഒടുക്കത്തെ ചെലവാണ്, ഒരു രക്ഷയില്ല. ഏകദേശം 34% ഇവരുടെ വാർഹെഡുകൾ ഇപ്പൊ ഇല്ലാണ്ടായി എന്നാണ് പറയണേ. അപ്പൊ അത് ചെലവ്, ആ ഒരു കോസ്റ്റ് എന്നുള്ള ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഇവർക്ക്. അത് പൊട്ടിയാലും പ്രശ്നമാണ്. ഏകദേശം 2-3 വർഷം എടുക്കും പിന്നെ ഇത് ഫില്ല് ചെയ്യാനെന്നാണ് പറയണേ. ഇനി ഇതെങ്ങാനും പൊട്ടിയില്ലെങ്കിലാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെ നോക്കാം? അതെന്താണെന്നറിയോ? ഇത് പൊട്ടിയില്ലെങ്കിൽ ഇറാൻ ഈ സാധനം എടുത്തുകൊണ്ട് പോകും. ഇറാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പരിപാടി നടത്തിയിട്ട് ഇതിന്റെ വേറൊരു വെർഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാലോ, ഇറാൻ 10-40 വർഷങ്ങളായിട്ട് പല തരത്തിലുള്ള ഉപരോധങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവർക്ക് ഈ വലിയ വലിയ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ, ഈ പറയുന്ന ഫ്രാൻസിൽ നിന്നോ UK നിന്നോ അതേപോലെ തന്നെ US നിന്നോ ഒന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഡിഫൻസിന്റെ എഞ്ചിനീയറിംഗ് ടെക്നോളജി വാങ്ങാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ വെപ്പൺസും വാങ്ങാൻ പറ്റത്തില്ല. ഒടുക്കത്തെ ഉപരോധമാണ്. എന്നാൽ നമ്മളിവിടെ കാണുന്ന രസകരമായിട്ടുള്ള കാര്യം എന്താ? ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോണുകൾ വില കുറഞ്ഞ രീതിയിൽ ഇവർ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ, അതും തന്നെ മാന്യൂവറബിലിറ്റി ഉള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇവർ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ക്രൂസ് മിസൈലുകൾ ഇവർ ഉണ്ടാക്കുന്നു. അപ്പൊ ഇവരിത് എങ്ങനെ ഉണ്ടാക്കുന്നേ? ഇതൊരു ചോദ്യമാണല്ലോ. ഇവർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇതിനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുക. അതായത് ഈ ഇസ്രായേൽ വിടുന്ന ചില ഡ്രോണുകൾ, അതേപോലെ തന്നെ അമേരിക്ക വിടുന്ന ചില ഡ്രോണുകളൊക്കെ ഈ ഇറാനിൽ എവിടെയെങ്കിലും പോയി വീഴും, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാണ്ട് എവിടെയെങ്കിലും ഡാമേജ് ആയിട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവരിത് എടുത്തോണ്ട് പോകും. ഇവരിതെടുത്തോണ്ട് പോയിട്ട് ഇതിന്റെ സകല സാധനങ്ങൾ ഇവർ പാർട്സ് ആക്കിയിട്ട് മാറ്റും. ഇങ്ങനെ പാർട്സ് ആക്കി മാറ്റിയതിന് ശേഷം ഇതിനകത്തുള്ള ഈ കോമ്പോണന്റ് എന്തിനാണ്, ഇതിനകത്ത് ഏത് സോഫ്റ്റ്വെയർ അതിനകത്ത് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് പറക്കുന്നത്, അപ്പൊ ഇതിനെങ്ങനെയാണ് ഫ്യൂവൽ ഇത്രയും കപ്പാസിറ്റി കിട്ടുന്നത്, ഇതെങ്ങനെ 1500 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഇത് നിർമ്മിച്ചേക്കണെന്നുള്ളത് സകല സാധനങ്ങളും എടുത്ത് പരിശോധിച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ഇവർ എന്ത് ചെയ്യുന്നറിയോ? ഇതിനേക്കാൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഇവരങ്ങ് ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ വാറിൽ ഇറാൻ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നേ. അതില് ഒന്നാമത്തത് ഏതാണെന്നറിയോ? ഒന്നാമത്തത് സ്റ്റെൽത്ത് ഡ്രോൺ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. അതായത് 2011 അമേരിക്കയുടെ RQ-170 സെന്റിനേൽ എന്ന് പറയുന്ന ഒരു ഡ്രോണ് ഇറാന് പിടിച്ചെടുത്തു. ഈ ഡ്രോണ് പിടിച്ചെടുത്ത് ഇതിനെ പീസ് ആക്കി മൊത്തം പഠിച്ചതിന് ശേഷമാണ് ഷാഹിദ് 171 സിംറോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷാഹിദ് 191 എന്ന് പറയുന്ന ഇറാന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള ഡ്രോണിനെ ഇറാൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇവർക്കാരും ടെക്നോളജി ഒന്നും കൈമാറിയിട്ടില്ല. 2011 അമേരിക്ക ഇറാനെതിരെ ഉപയോഗിച്ച ഡ്രോണാണ് ഈ പറയുന്ന RQ-170 എന്ന് പറയുന്നത്. ഇതിനെ ഇവർ പിടിച്ചെടുത്തു, എന്നിട്ട് ഇതിനെ പീസ് ആക്കി, എന്നിട്ട് ഇതിന്റെ ടെക്നോളജി മൊത്തം ഇവർ പഠിച്ചു. എന്നിട്ട് ഇവരുണ്ടാക്കിയ ഡ്രോണാണ് ഇന്ന് ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഈ ഷാഹിദ് 171 ആൻഡ് 199 എന്ന് പറയുന്ന ഡ്രോണ്. ഇതിന്റെ കപ്പാസിറ്റി എന്താണെന്നറിയോ? ഇത് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്. അതായത് റഡാറുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. അതായത് റഡാറുകൾ ഒരു സിഗ്നൽ അങ്ങ് വിട്ട് ആ സിഗ്നൽ പോയിട്ട് ഈ പറയുന്ന ഡ്രോണിൽ തട്ടി അത് പിന്നെ അവിടുന്ന് തിരിച്ച് ഈ പറയുന്ന റഡാറിലോട്ട് തന്നെ വരുമ്പോഴാണ് ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. സ്റ്റെൽത്ത് കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന റഡാർ അയക്കുന്ന സിഗ്നലുകൾ ഈ പറയുന്ന ഡ്രോണിൽ തട്ടിയാലും അതെന്താവൂല, സിഗ്നലുകൾ റിഫ്ലക്റ്റ് ആവൂല. ഇവിടെയാണ് പ്രശ്നം. ഇങ്ങനത്തെ ടെക്നോളജിനെ സ്റ്റെൽത്ത് എന്ന് പറയാം. ഇതിനെ ഇറാൻ സ്വായത്തമാക്കിയത് അമേരിക്കയുടെ ഈ ഡ്രോണ് കയ്യിൽ കിട്ടിയപ്പോഴാണ്. അതേപോലെ തന്നെ ഇതിന് സർവേലൻസ് കപ്പാസിറ്റി ഉണ്ട്, അറ്റാക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രോൺ ഏതാണെന്നറിയോ? കാമിക്കാസ് ഡ്രോൺസ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇസ്രായേലും യൂസ് ചെയ്യുന്നുണ്ട്, അമേരിക്കയും യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാമിക്കാസ് ഡ്രോണുകളാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിലുള്ള 129 എന്ന് പറയുന്ന ഡ്രോൺ സിസ്റ്റം. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അമേരിക്കയുടെ MQ-1 പ്രെഡേറ്ററിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ലോങ് റേഞ്ച് സർവെയിലൻസ് മിസൈൽസ്,
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രോണുകളാണ് ഈ പറയുന്ന ഷാഹിദ് 136 ആൻഡ് 129 എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കയ്യിലും ഇസ്രായേലിന്റെ കയ്യിലുള്ള കാമിക്കാസ് ഡ്രോണുകളെ പിടിച്ചെടുത്തിട്ട് അതിനെ മൊത്തം ഇവര് പൊളിച്ചടക്കി മൊത്തം ഇതിന്റെ കോമ്പോണൻസ് എല്ലാം പരിശോധിച്ചിട്ട് ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന സാധനം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വാർ ഹെഡ് വെക്കാൻ പറ്റും, അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിന് വെക്കാൻ പറ്റും. അതായത് നാവിഗേഷൻ സിസ്റ്റത്തിൽ സ്വയമേ പറന്നു പോയി ഈ പറയുന്ന നാവിഗേഷൻ ഉപയോഗിച്ചിട്ട് ഈ പോയിന്റിൽ പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയി ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രോണുകളാണ് ഈ പറയുന്ന കാമിക്കാസ് ഡ്രോണ്. ഇതിനെ ഉണ്ടാക്കാനുള്ള സ്വന്തമായി നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഇറാൻ ഇല്ല, ടെക്നോളജി ഇല്ല. ഇവർ ചെയ്ത പണി എന്ന് പറയുന്നതും ഇവരുടെ ഇറാനിൽ വീണിട്ടുള്ള പല അവശിഷ്ടങ്ങളും അതേപോലെ തന്നെ പകുതി കത്തിപ്പോയ ഡ്രോണുകളൊക്കെ എടുത്തോണ്ട് പോയിട്ട് ഇതിനെ അടിമുടി പരിശോധിച്ചിട്ട് ഇവർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ പറയുന്ന അമേരിക്ക വിടുന്ന മിസൈലുകളും റോക്കറ്റുകളും ഈ പറയുന്ന ഡ്രോണൊക്കെ ഇറാനിൽ പോയി വീണ് അത് പൊട്ടാണ്ടിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ തീർത്തോണ്ട് പോയിട്ട് ഇതിനേക്കാളും മികച്ച സാധനങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ F5 എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു 1946 അല്ലെങ്കിൽ 1950 സമയത്ത് അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള വിമാനമാണ്. ആ വിമാനത്തിനെ അഴിച്ച് പണിത് പരിഷ്കരിച്ചിട്ടുള്ള വിമാനങ്ങളാണ് ഇന്ന് ഇറാൻ ഉപയോഗിക്കുന്നത്. ChatGPT വരെ പറഞ്ഞു ഈ പറയുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു നിലക്കും അറ്റാക്ക് പോസിബിൾ അല്ല എന്നുള്ളത്. എന്നിട്ടും ഇറാൻ അതിനെ സക്സസ്ഫുള്ളി യൂസ് ചെയ്തു. കാരണം എന്താ, ഇറാൻ ഇതിനടിച്ചോണ്ട് പോയിട്ട് ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി സ്റ്റെൽത്ത് കപ്പാസിറ്റി ഈ ഡ്രോണുകളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ F5 സ്റ്റെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ചൂടെ? അത് മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈലുകൾ ഇവർക്ക് ബാലിസ്റ്റിക് മിസൈലിന്റെ ടെക്നോളജി ഇവർക്ക് കിട്ടിയേക്കുന്നത് നോർത്ത് കൊറിയൻ ടെക്കിനാണ്. നൊഡോങ് മിസൈൽസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവരുടെ ഫത്തഹ് 110 എന്ന് പറയുന്ന മിസൈലിനെ ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇറാൻ സ്വന്തമായിട്ട് മിസൈൽ നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയുമെങ്കിലും ടെക്നോളജി കിട്ടുന്നത് എവിടെന്നെങ്കിലും ഒരു മിസൈൽ ഒരെണ്ണം എവിടെന്നെങ്കിലും കയറ്റുമതി ചെയ്ത ഒരു ട്രാങ്കർ എങ്ങാനും ഫ്രീ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു മിസൈൽ വെച്ചുകൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റ മിസൈൽ കിട്ടിയാൽ മതി, മൊത്തത്തിൽ അഴിച്ചു പണിത് മൊത്തം കോമ്പോണന്റിന്റെ ഇവർ മനസ്സിലാക്കി ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കും. മാത്രമല്ല, ചൈനയായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻസും ഇവർക്ക് ആർക്ക് കിട്ടും? ഇറാന് വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല, കാസ്പിയൻ കടലിടുക്ക് എന്ന് പറയുന്ന ആ ഒരു ഇടുക്കിലൂടെ കടലിലൂടെ ഇവർക്ക് ഫ്രീ ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ടെക്നോളജി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഇവരങ്ങ് നിർമ്മിക്കുന്നുള്ളതാണ്. അടുത്തത് ക്രൂയിസ് മിസൈല്. സോവിയറ്റ് ഒറിജിനലായിട്ടുള്ള KH-55 അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ ഈ ക്രൂയിസ് മിസൈലിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ക്രൂയിസ് മിസൈൽ നമുക്കറിയാലോ, അത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നു പോകുന്ന മിസൈലാണ്. ഇപ്പൊ ഇതിങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ഇവിടെ ഒരു മല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മലേനെയൊക്കെ കവർ ചെയ്ത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലൂടെ പോകും. അപ്പൊ ഈ പറയുന്ന റഡാറുകൾക്ക് ഇതിനെ കിട്ടാൻ ഭയങ്കര പാടാ. ഈ പറയുന്ന കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിൽ ഈ പറയുന്ന ക്രൂസ് മിസൈലുകളെ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പോയിന്റിൽ പോയി പൊട്ടിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ നെഞ്ചത്ത് കയറി പൊട്ടിച്ചിട്ടുമുണ്ട്. അത് നമുക്കറിയാലോ. ആ കൈൻഡ് ഓഫ് ടെക്നോളജി ഇവർക്ക് കിട്ടിയേക്കുന്നത് ഈ സോവിയറ്റിന്റെ K-55 എന്ന് പറയുന്ന മിസൈലിൽ നിന്നാണ്. പിന്നെ അടുത്തത് കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ ഈ പറയുന്ന ഹെസ സക്കീഹ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെസ അസർഗാഷ് എന്നൊക്കെ പറയുന്ന ഇവരുടെ വിമാനം, ഇവരിപ്പോൾ ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റ്, അത് ഏകദേശം പഴയ F5 ഫ്രീഡം ഫൈറ്ററിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഉള്ള ഈ 79 വന്നിട്ടുള്ള ഇപ്പോഴത്തെ ക്ലറിക്കൽ റെജീമിന് മുന്നേ ഉണ്ടായിരുന്ന പെഹ്ലവി ഭരണകൂടത്തിന്റെ സമയത്ത് അമേരിക്ക കൊടുത്തിട്ടുള്ള ഫൈറ്റർ എന്ന് ടെക്നോളജി മനസ്സിലാക്കിയിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്, ഫോറിൻ ടെക്നോളജീനെ അനലൈസ് ചെയ്ത് അതിനെ കോപ്പി ചെയ്ത് ഇവർക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ അതിന്റെ അപ്ഗ്രേഡഡ് വെർഷൻസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ യുദ്ധത്തിൽ അമേരിക്കക്ക് ഏറ്റവും തലവേദന സൃഷ്ടിച്ചത് എന്താണ്? ഇറാന്റെ ഈ ഡ്രോണുകളാണ്, അല്ലാതെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലൊന്നും അല്ല. അതായത് ഒരു ഡ്രോണിനെ ഇറാൻ യൂസ് ചെയ്യുന്നത് ഏകദേശം 20 ലക്ഷം രൂപയുടെ ഒരു ഡ്രോണാണ് ഇറാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 20 ലക്ഷം രൂപയുടെ ഡ്രോണിനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക യൂസ് ചെയ്യുന്നത് 20 കോടിയുടെ മിസൈലാണ്. ഈ ഇംബാലൻസ് ആണ് അവിടെ ഉള്ളത്. അതും തുരുതുര ഈ സാധനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെല്ലാം അടിച്ചിടണം. അവസാനം ഇവർ അടിക്കൽ നിർത്തിയപ്പോഴാണ് UAയിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇത് പൊട്ടാൻ തുടങ്ങിയത്. അങ്ങനെ പൊട്ടാൻ തുടങ്ങിയപ്പോഴാണ് UAയും അമേരിക്കയും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഈ രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വഷളായി തുടങ്ങുന്നത്. അപ്പൊ ഇത് ഭയങ്കര രസമുള്ള സാധനമാണ്. എങ്ങാനും ഇത് പോയി ഇറാനിൽ വീട് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് പോവും,
സെയിം കോപ്പി കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് വെർഷനിൽ ഉണ്ടാക്കും, എന്നിട്ട് ഇവർക്ക് നേരെ തന്നെ ഈ സാധനങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ അവസാനമായിട്ട് ട്രംപ് എണ്ണം പറഞ്ഞത്, ഇറാനെതിരെ നമ്മളിങ്ങനെ ബോംബും മിസൈലൊന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, അവര് അടങ്ങില്ല, അവർക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഉപരോധമാണെന്നുള്ളത് പറയുന്നത്. അപ്പൊ പിന്നെ ടെക്നോളജി പോകില്ലല്ലോ. മറ്റേത് ബോംബിട്ടത് രണ്ടാഴ്ച കൊണ്ട് മൊത്തം അടിച്ച് നിരത്തിയേക്കെന്ന് പറഞ്ഞിട്ട് പോയതാ, ഒരു തേങ്ങ നടന്നില്ല, എല്ലാം ഇട്ടെറിഞ്ഞു പോയി. ഇപ്പൊ ഉപരോധം കൊണ്ടാണ് ഇപ്പൊ ഏകദേശം 35 ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകൾക്കെതിരെയും അതേപോലെ തന്നെ ഇറാന്റെ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കെതിരെയും കൂടെ ഉപരോധം ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് അമേരിക്ക എന്നുള്ളതാണ്. അല്ലാണ്ട് ടെക്നോളജി പോയി കഴിഞ്ഞാൽ പെട്ടില്ലേ. ഇവർക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇവരെല്ലാം ഇതിനൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പണിയാവും. ഇനി ഭാവിയിൽ അടുത്ത ഒരു ചൈന ആവാനുള്ള സാധ്യത ഇറാനിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്.